ഇന്നും മിന്നാരത്തിലെ മോഹൻലാലിൻ്റെയും മണിയമ്പിള്ള രാജുവിൻ്റെയും കോമ്പിനേഷൻ സീനുകൾ ആവർത്തിച്ച് കണ്ട് ചിരിക്കുന്ന മലയാളികളാണുള്ളത്. നടൻ എന്നതിലുപരി നിർമ്മാതാവായുമെല്ലാം തിളങ്ങിയിട്ടുള്ള താരം 4 പതിറ്റാണ്ടോളമായി മലയാള സിനിമയുടെ ഭാഗമാണ്. നായകൻ, സഹനടൻ, കൊമേഡിയൻ, വില്ലൻ തുടങ്ങി മണിയമ്പിള്ള രാജു ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല. 69കാരനായ താരത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും വീഡിയോയും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ മണിയമ്പിള്ള രാജു എത്തിയിരുന്നു. ഭാര്യയ്ക്കൊപ്പം വേദിയിലെത്തി വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് മടങ്ങുന്ന നടൻ്റെ ചിത്രങ്ങളും ഫോട്ടോയുമാണ് ചർച്ചയാകുന്നത്. നടൻ്റെ പുതിയ ലുക്ക് തന്നെയാണ് ചർച്ചയ്ക്ക് കാരണമായത്. ശരീരം മെലിഞ്ഞ് അവശനായ നിലയിലായിരുന്നു നടൻ. ശരീരഭാഗം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. കവിളുകളും കൈകളും ക്ഷീണിച്ചിരിക്കുന്നു. ആദ്യമായാണ് ഇത്തരമൊരു രൂപത്തിൽ നടനെ മലയാളികൾ കാണുന്നത്. ഇത്രയും മെലിഞ്ഞിരിക്കുന്ന രീതിയിൽ മണിയമ്പിള്ള രാജുവിനെ മുമ്പ് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ആർക്കെങ്കിലും അറിയാമോ? ഇത് പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള മാറ്റമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നാണ് ഫോട്ടോ പങ്കുവെച്ച് ഒരാൾ കുറിച്ചത്. ഇതോടെയായിരുന്നു നടൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആരംഭിച്ചത്. ഇപ്പോഴും കുടവയറും തുടുത്ത കവളുമെല്ലാമായി മണിയമ്പിള്ള രാജുവിനെ മാത്രമേ മലയാളി പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ. അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മണിയമ്പിള്ള രാജുവും വിവാദത്തിൽ കുടുങ്ങിയിരുന്നു. അന്ന് മീഡിയയിൽ തൻ്റെ പ്രതികരണം അറിയിക്കുവാൻ എത്തിയപ്പോഴേക്കും കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നടൻ്റെ അവസ്ഥ. അതേസമയം ചർച്ചകൾ ആരംഭിച്ചപ്പോൾ നടൻ അർബുദബാധിതനാണെന്നും അതിനുള്ള ചികിത്സ എടുക്കുന്നതിനാലാണ് മെലിഞ്ഞിരിക്കുന്നതെന്നുമാണ് ചിലർ കുറിച്ചത്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വ്യക്തമല്ല. കുടുംബം ഒരിക്കൽ പോലും അത്തരം കാര്യത്തെപ്പറ്റി പൊതു ഇടങ്ങളിൽ സംസാരിച്ചിട്ടില്ല. മറ്റു ചിലർ നടന് ഡയബറ്റിക് പ്രശ്നമുള്ളതിനാലാണ് അവശനായി കാണപ്പെടുന്നതെന്ന് കുറിച്ചു. പൊതുവെ താരങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വരുമ്പോൾ ആരാധകർ തന്നെ ലക്ഷണങ്ങൾ വെച്ച് അസുഖം പ്രവചിക്കുന്ന സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന കാഴ്ചയാണ്. അടുത്തിടെ പനി ബാധിച്ചിട്ടും പുതിയ സിനിമയുടെ ഓഡിയോ റിലീസിനെത്തിയ വിശാലിന് മാരക അസുഖങ്ങൾ ഉണ്ടെന്ന രീതിയിലായിരുന്നു കമൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തത്. കോവിഡിന് പിന്നാലെ ന്യൂമോണിയ ബാധിച്ച് മരണത്തിനും ജീവനുമിടയിലൂടെ നൂൽപ്പാലത്തിലൂടെ നടക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ച് 1 വർഷം മുമ്പ് മണിയമ്പിള്ള രാജു മനസ്സ് തുറന്നിരുന്നു. രോഗത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നടന് ശബ്ദം പോലും നഷ്ടപ്പെട്ടിരുന്നു. കോവിഡ് രോഗം നൽകിയ ഏകാന്തതയും ശബ്ദം നഷ്ടപ്പെടലിൻ്റെ വേദനയും ചേർത്ത് ആകെ വിഷമിച്ചു. മനസ്സ് ദുർബലമാകാതെ പിന്തുണച്ചത് ഡോക്ടർമാർ ആയിരുന്നു എന്നും നടൻ പറഞ്ഞിട്ടുണ്ട്. പാലും പഴവുമാണ് അവസാനമായി മണിയമ്പിള്ള രാജു അഭിനയിച്ച തിയേറ്ററിലെത്തിയ സിനിമ.